നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എറണാകുളത്ത് നിന്നുള്ള റോണി മൈക്കേൽ എന്ന ഫ്രണ്ടുമായിട്ടാണ്. അദ്ദേഹം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം ഒരു 4 മാസത്തോളം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. സർ, താങ്കളുടെ കുടുംബ പശ്ചാത്തലം, താങ്കൾ ചെയ്യുന്ന ജോലിയെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ എന്റെ പ്രേക്ഷകർക്ക് അറിയിക്കാൻ പറ്റുമോ? ഓക്കെ, താങ്ക് യു സർ. എൻ്റെ പേര് റോണി മൈക്കിൾ. ഞാൻ RM എഡ്യൂക്കേഷൻ അക്കാദമി സ്കൂൾ ഓഫ് ലോജിസ്റ്റിക്സ് എന്നുള്ള ഒരു സ്ഥാപനം എറണാകുളത്ത് SRM റോഡിൽ നടത്തുവാണ്. എനിക്ക് വൈഫ് ഒരു മോളുമാണ്. വൈഫ് ബിസിനസ് ആണ്, മോള് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കെ, ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്നതിന് മുമ്പ് സാർക്ക് ഉണ്ടാകുന്ന ശാരീരിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയായിരുന്നു? ഓക്കെ, ഞാൻ ഇതിക്ക് മുന്നേ ഞാൻ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു റിതമിക് ആയിട്ടുള്ളോ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ളോ അല്ല എന്നുള്ളത് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എനിക്ക് മനസ്സിലായത്. ഇതിക്ക് മുന്നേ എനിക്ക് ബാക്ക് പെയിൻ വരുമായിരുന്നു. പെട്ടെന്ന് എവിടെയെങ്കിലും കുനിയുമ്പോഴൊക്കെ എനിക്ക് നടു കൊളുക്ക് അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഡ്രൈവ് ചെയ്ത് കഴിയാൻ നേരത്തെ 50 കിലോമീറ്റർ തന്നെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഈവനിങ്ങിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആവുന്ന നേരത്ത് എനിക്ക് ബാക്കിൽ ഭയങ്കര പെയിൻ ഫീൽ ചെയ്യുമായിരുന്നു. നടു അനക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ഒക്കെ. പക്ഷെ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല. ഞാനിപ്പോ കഴിഞ്ഞ മാസം തന്നെ ചെന്നൈയിലേക്ക് ഞാൻ കാർ ഓടിച്ചു പോയി തിരിച്ചു വന്നു. എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും ഫീലേ ചെയ്തില്ല. അത് ഇതിന്റെ ഫലമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ താങ്കൾ ചെയ്യുന്ന ജോലിയെ എത്രത്തോളം നേരത്തെ പ്രയാസപ്പെടുത്തിയിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ ബെല്ലി കുറച്ച് വീർത്തതായിരുന്നു. പിന്നെ ബോഡി അത്ര ഫിറ്റ് എന്നതിന് പറയാൻ പറ്റില്ല. ചെറുകൻ നടക്കൽ ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്കിപ്പോ ഒത്തിരി കോൺഫിഡൻസ്, എന്റെ ബെല്ലി കുറഞ്ഞിട്ടുണ്ട്, എന്റെ ബോഡി ടൈറ്റ് ആയിട്ടുണ്ട്. വെയിറ്റിലെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. എങ്കിലും ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇവൻ ഡ്രസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും നടക്കുമ്പോഴാണെങ്കിലും നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം നമ്മൾക്ക് വന്നിട്ടുണ്ട്. അത് സാറിന്റെ ക്ലാസ്സിന്റെ ഫലമായിട്ട് തന്നെയാണ്. ഓക്കെ സാറേ, എന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട് പരസ്യം കണ്ടു വന്നതാണോ, അത് ആരെങ്കിലും റിവ്യൂ തന്നിട്ട് വന്നതാണോ? എന്റെ സിസ്റ്റർ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. ആനി ഹണി എന്റെ സിസ്റ്റർ ആണ്. അപ്പോ സിസ്റ്റർ ആണ് ഇത് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഇത് ആദ്യം പറഞ്ഞപ്പോ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഒന്നും ശരിയാവില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ സാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ മൈൻഡ് സെറ്റ് ടോട്ടലി ചേഞ്ച് ആയി. എനിക്ക് വളരെ ഒരു പ്ലസന്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്രഷനിൽ സാറിന്റെ ക്ലാസ്സിൽ തോന്നി. ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി. സാർ, ഈ ക്ലാസ്സിൽ വരുന്ന സമയത്ത് എന്നെ കൊണ്ട് എക്സസൈസ് ചെയ്യാൻ കഴിയുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ റെഗുലർ ആയിട്ട് ചെറിയ രീതിയിലാണെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടിട്ട് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനീഷ്യൽ ആദ്യകാലത്തെ ക്ലാസ്സുകളിൽ സാർ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്തുന്നുണ്ടായിരുന്നില്ല. സാർ ഇപ്പൊ ഒരു 20 ടൈംസ് ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ 14ലോ 15ലൊക്കെ എനിക്ക് നിർത്തേണ്ടതായിട്ട് വരും. പക്ഷെ പിന്നീട് റെഗുലർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ രീതിയിലോട്ട് വരാൻ തുടങ്ങി. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സാറിന്റെ ക്ലാസ്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചയിലും മീറ്റിംഗ് വെക്കാറുണ്ട്, ഒരു മോട്ടിവേഷൻ ക്ലാസ് തരാറുണ്ട്. ഈ ക്ലാസ് എത്രത്തോളം താങ്കളുടെ എക്സസൈസ് ജീവിതത്തെ ബാധിക്കുന്നുണ്ട്? എനിക്ക് എല്ലാ ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പല ഫീഡ്ബാക്കുകൾ കേട്ടിട്ടുള്ളൂ. കാരണം എനിക്ക് ഈവനിങ്ങിലും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതുകൊണ്ടിട്ട് ക്ലാസ് ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് പ്രാക്ടിക്കലി അറ്റൻഡ് ചെയ്യാൻ ഉള്ള അസൗകര്യം ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാറിന്റെ ടോക്കുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതിൻ്റെ അകത്ത് ഒത്തിരി മോട്ടിവേറ്റഡ് ആണ്. എപ്പോഴും സാറ് എല്ലാവരും പറയുന്നതിൽ കേൾക്കുന്ന ഒരു കാരണവശാലും ക്ലാസ്സുകൾ മുടങ്ങരുത്, മടി കാണിക്കരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് വളരെ ഇൻസ്പയറിംഗ് തന്നെയാണ് സാർ. അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ സാറെ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് എക്സസൈസ് ചെയ്യാൻ വരാറുണ്ട്. താങ്കളുടെ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് എന്തെങ്കിലും പ്രത്യേക മോട്ടിവേഷൻ ഉണ്ടോ? ഞാൻ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മോർണിംഗിൽ എഴുന്നേൽക്കുന്നതാണ്. രാവിലെ തന്നെ എഴുന്നേക്കും. എനിക്ക് ചെറിയ ഒരു റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യാറുണ്ട്. അപ്പൊ സാറിന്റെ ക്ലാസ്സിനോടുള്ള ഒരു താല്പര്യം ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി എത്ര തിരക്കിലാണെങ്കിലും, ഈവൻ ഞാനിവിടെ കൊച്ചിയിലില്ലെങ്കിലും ട്രാവലിംഗിലാണെങ്കിലും ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ വെച്ചിട്ട് ഞാൻ സാറിന്റെ ക്ലാസ് ഞാൻ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ സാർ, ഈ 4 മാസത്തിന് ശേഷം സാറിന് ഉണ്ടായ പ്രകടമായുള്ള ശാരീരിക മാറ്റങ്ങളൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? പ്രകടമായിട്ടുള്ള ശാരീരിക മാറ്റങ്ങൾ പറയുന്നത്, എനിക്ക് ബോഡിയിൽ എന്റെ പെയിൻസുകളൊന്നും എനിക്കൊന്നും ഇല്ല. ഞാൻ ബോഡി വളരെ ഫിറ്റ് ആണ്. എന്റെ ബോഡി ഇവൻ ബെല്ലി ആണെങ്കിൽ തന്നെയും കൺട്രോൾഡ് ആയി. കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റുള്ളെവിടെയെങ്കിലും കാര്യത്തിലുമായി മീറ്റിംഗ്സിലൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ എന്നുള്ളൊരു ഫീൽ എന്റെ മൈൻഡിൽ തന്നെയുണ്ട്.
അത് ക്ലാസിന്റെ ഒക്കെ തന്നെ റിസൾട്ട് തന്നെയാണ്. നിങ്ങളുടെ ഈ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ കോൺഫിഡൻസ് ഇത് എത്രത്തോളം ഈ ഇപ്പം എക്സസൈസിന് ശേഷം മാറ്റം വന്നിട്ടുണ്ട് കോൺഫിഡൻസിൽ? കോൺഫിഡൻസ് ലെവലിൽ നല്ല മാറ്റങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. കാരണം നമ്മളുടെ ബോഡി ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും അത് ബാധിക്കും. നമ്മുടെ സംസാരങ്ങളിലാണെങ്കിലും നമ്മൾ ഇരിക്കുന്നതാണെങ്കിലും നമുക്ക് കൂടുതൽ സമയം ചിലപ്പോൾ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ നമ്മൾ ട്രാവലിംഗിലാണെങ്കിലും പല അസ്വസ്ഥതകളും നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കുന്ന കൊണ്ടിട്ടും നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ടോ കോൺഫിഡന്റ് ആയിട്ടോ ഒരാളുടെ സംസാരിക്കാനോ ഇവിടെ നമ്മുടെ ഡ്രസ്സിങ്ങിൽ പോലും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. താങ്കൾ ഈ കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം താങ്കളുടെ ഡ്രസ്സിംഗ് കോൺഫിഡൻസ് എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ട്? വളരെയധികം ബെറ്റർ ആയിട്ടുണ്ട്. കാരണം എനിക്ക് ഒത്തിരി ബെല്ലി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഈ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ ബെല്ലിയൊക്കെ കൺട്രോൾഡ് ആയി. എനിക്ക് പല ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ടോട്ടലി ഇല്ലാന്ന് തന്നെ പറയാം. അപ്പൊ നമ്മൾ ഡ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റ്ലി ഓക്കെ എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം സാർ ഏറ്റവും ഇഷ്ടപ്പെട്ട റിസൾട്ട്, ഏറ്റവും ബെറ്റർ റിസൾട്ട് സാറിന് ഏതാ തോന്നിയിട്ടുള്ളത് കിട്ടിയ റിസൾട്ടില്? എന്റെ ബെറ്റർ റിസൾട്ട് എന്ന് പറഞ്ഞാല് എന്റെ ഹെൽത്ത് വൈസ് തന്നെയാണ്. കാരണം ഞാൻ ഇപ്പൊ എനിക്ക് കോൺഫിഡന്റ് ആണ്. എനിക്ക് ഏത് ദൂരം വേണമെങ്കിലും എനിക്ക് കാർ ഡ്രൈവ് ചെയ്ത് പോവാം. കാരണം എനിക്ക് ബോഡിയിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. അത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് വൈസ് തന്നെയാണ്. പിന്നെ കോൺഫിഡൻസ് വൈസ് ഓൾസോ നമുക്ക് ആരുടെടുത്തും എവിടെയും പോയി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡന്റ് ലെവൽ വളരെയധികം വർദ്ധിച്ചു എന്ന് തന്നെ പറയാം. ഓക്കെ റോണി, ഞാൻ വിചാരിക്കുന്നു സാറ് വളരെ ബിസി ആയിട്ട് ജോലി ചെയ്യുന്നു വിചാരിക്കുന്നു. ഇതേപോലെ ബിസി ലൈഫ് അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് താങ്കൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? നമ്മൾ എത്ര ബിസി ആണെങ്കിലും നമ്മൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസി ആവാനും നമ്മൾക്ക് നമ്മുടെ ലൈഫ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും കരിയർ ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഹെൽത്തിന് തന്നെയാണ്. അതൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഒരു 30 മിനിറ്റ്സ് മാറ്റി വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഫെയിലിയർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഏതൊരു പ്രൊഫഷണൽ ആളാണെങ്കിലും ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സമയം നമ്മൾ മാറ്റി വെക്കണം. സാറിനെ പോലെയുള്ള ആളുടെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. അത് ഒത്തിരി ജനറൽ പബ്ലിക്കിന് ഒത്തിരി ബെനിഫിറ്റ് ആവുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആളുകളിലേക്ക് ഇത് എത്തേണ്ടതായിട്ടുണ്ട്. ഇവൻ ഞാനാണെങ്കിൽ പോലും ഒത്തിരി ആളുകളടുത്ത് പറയുന്നുണ്ട്, സാറിന്റെ ക്ലാസ്സിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ റോണി, താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുമായി സഹകരിച്ചതിന് നന്ദി. Thank you, sir. Thank you so much. I am also very happy for the interview with you.